നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 651st day. Today 15th sloka of first skanda, 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 656 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ വൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജന. ഓം തത്സത്. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനാഃ. ഓം തത്സത്. ജുഗുപ്സിതം ധർമ്മകൃതേ അനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമഃ യത് വാക്യ കൃതോ ധർമ്മ ഇതീതര സ്ഥിത ന മന്യതേ തസ്യ നിവാരണം ജന. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ജുഗുപ്സിതം എന്ന് പറഞ്ഞാൽ നിന്ദിതമായതിനെ സ്വഭാവരക്തസ്യ സ്വതേവേ ആഗ്രഹിക്കുന്നവന് ധർമ്മകൃതേ ധർമ്മത്തിനായിക്കൊണ്ട് അനുശാസിക്കുന്ന തവ അങ്ങേക്ക് മഹത്തായ വ്യതിക്രമം എന്ന് പറഞ്ഞാൽ അന്യായം സംഭവിച്ചിരിക്കുന്നു. യദ്വാക്യത യാതൊരുത്തൻ്റെ വാക്യത്തിൽ ധർമ്മമാണെന്ന് സ്ഥിത ഉറപ്പിച്ചിരിക്കുന്ന ഇതര പറഞ്ഞാൽ പ്രാകൃതരായ സാധാരണ ജനങ്ങൾ, ഇതര ജനം തസ്യ അവൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നിവാരണം നിരോധത്തെ ന മന്യതേ ശ്രദ്ധിക്കുന്നില്ല. അതായത് ഹരികീർത്തനത്തെ ഉപേക്ഷിച്ച് ഭാരതാദി തത്വങ്ങൾ അതായത് ഗൃഹസ്ഥാശ്രമങ്ങൾ വർണ്ണിച്ചിട്ട് ലോകോപകരങ്ങളായി എന്ന് സന്തോഷിക്കുന്നുവെങ്കിൽ അത് ലോകത്തിന് ഉപകാരത്തിന് മതിയായിട്ടില്ല, അന്യായവുമാണ് എന്ന് നാരദമുനി ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നിന്ദ്യമായ കാര്യങ്ങളിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നവന് ആ പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെ ധർമാദികൾ പറയുന്ന ഒരാൾ പറഞ്ഞാൽ അദ്ദേഹം അത് വേദവാക്യമായി സ്വീകരിച്ച് അതിൽ തന്നെ ലയിച്ചു പോകും. അതിൽ നിന്നും നല്ലതെടുക്കുവാനായിട്ടാണ് ഈ ലൗകിക കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും ഭാരതം കണ്ടു പഠിച്ച് ഭാരതത്തിൽ നിന്നും ധർമാദികൾ മനസ്സിലാക്കി തെറ്റു ചെയ്യരുത് എന്നാണ് ശ്രീ വ്യാസർ ആഗ്രഹിച്ചതെങ്കിലും അതിൽ നിന്ന് അതിനെപ്പറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിലുള്ള മോശം ഭാഗം സ്വീകരിച്ച് അതുതന്നെയാണ് ന്യായം എന്ന് സ്വീകരിച്ച് അപ്രകാരം ജീവിക്കും. അതുകൊണ്ട് തന്നെ വ്യാസഭഗവാൻ അപ്രകാരം ചെയ്തത് അന്യായമായി. നിവൃത്തി മാർഗത്തെക്കുറിച്ച്
അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം നിവൃത്തിമാർഗം പറയാതെ കർമ്മം കൊണ്ടോ സന്താനലാഭം കൊണ്ടോ ധനം കൊണ്ടോ ദാനം കൊണ്ടോ ആർക്കും സംസാരമോചനം സിദ്ധിക്കുകയില്ല എന്ന വേദവാക്യം സാധാരണക്കാർക്ക് അത്ര മനസ്സിലാവുകയില്ല. അവർ അതിൽ വ്യാസഭഗവാൻ എപ്രകാരമാണോ പറഞ്ഞത് അതിൽ നിന്നും അവർക്ക് സ്വീകാര്യമായതിനെ ലൗകികർ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ അപ്രകാരമുള്ള കഥകൾ പറഞ്ഞത് ശരിയായില്ല, അത് അക്രമമായി പോയി എന്നുകൂടി പറയുകയാണ് ഇവിടെ. നമുക്കറിയാം, ഒരു മോശമായ കാര്യം പറഞ്ഞ നല്ലതിലേക്ക് വേണ്ടിയിട്ട് ഒരു മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടാലും അതിൽ മോശമായ കാര്യത്തിലെ ആഗ്രഹിക്കുന്നവർ അതുതന്നെയാണ് വേദവാക്യം എന്ന് പറഞ്ഞ് രാമായണത്തിൽ രാവണനെ തൻ്റെ മാതൃകയായി സ്വീകരിക്കുന്നവരും ദുര്യോധനനെ മാതൃകയായി സ്വീകരിക്കുന്നവരും ഒക്കെ നമുക്ക് കാണാം. എന്തുകൊണ്ടെന്നാൽ അവർ ലൗകികസ്ഥതയിൽ ജയിച്ചിരിക്കുന്ന അവർ അതുതന്നെയാണ് ശരി എന്ന് കരുതി സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള കഥകൾ പറഞ്ഞിട്ട് ലോകത്തെ നന്നാക്കാമെന്ന് അവിടുന്ന് വിചാരിച്ചത് ശരിയായില്ല, അന്യായമായി പോയി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ നാരദർ. ശ്ലോകം ഒരിക്കൽ കൂടി. ജുഗുപ്സിതം ധർമ്മ കൃതാനുശാസനം. ജുഗുപ്സിതം നിന്ദിതമായതിനെ സ്വതവേ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അത് സാധാരണക്കാരെ കൊണ്ട് പറഞ്ഞതാണ്. സാധാരണക്കാരിലും മറ്റുള്ള മോശമായ കാര്യത്തെ ആഗ്രഹിക്കുന്നവർക്ക് ജുഗുപ്സിതം ധർമ്മ ഹൃദേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജന. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.